മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡിന്റെ വാഹനത്തിൽ 3 വകുപ്പിന്റെ ബോർഡുകൾ. ചീഫ് ഗാർഡ് അജിത് കുമാറിന്റെ വാഹനത്തിലാണ് മറൈൻ എൻഫോഴ്സ്മെന്റ്, പോലീസ്, വിജിലൻസ് എന്നീ ബോർഡുകളുള്ളത്. വാഹനം കൈമാറി കിട്ടിയതാണെന്നും നിയമവിരുദ്ധമാണെന്ന് അറിയില്ലെന്നുമാണ് അജിത് കുമാറിന്റെ വിശദീകരണം. 24 എക്സ്ക്ലൂസീവ് റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ റിനു ശ്രീധർ, വിവരങ്ങൾ. തച്ചങ്കരി മുൻ DGPയുടെ വാഹനം നമ്മൾ കണ്ടതാണ്. 3 സ്റ്റാർ പതിപ്പിച്ച റോഡിലൂടെ ഇപ്പോഴും അദ്ദേഹം സവാരി നടത്തുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ACP, അതായത് പോലീസ് സേനയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായി എത്തിയ ഒരു ACP ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നത്. ആ വാഹനത്തിന്റെ മുകളിൽ പോലീസ് എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്, ആ ഉദ്യോഗസ്ഥന് അജിത് കുമാറിന് ഒരു തരത്തിലും പോലീസിന്റേതായിട്ടുള്ള അധികാരങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ പോലീസ് എന്നാണ് ആ വാഹനത്തിന്റെ മുകളിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു താഴെ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ചീഫ് ഗാർഡാണ് അദ്ദേഹം. വിജിലൻസിന്റെ യാതൊരുവിധ അധികാരവുമില്ല. മറൈൻ എൻഫോഴ്സ്മെന്റിന് വിജിലൻസ് എന്ന് പറയുന്ന പ്രത്യേക വിങ് ആണ്. പക്ഷേ കൃത്യമായി തന്നെ ഈ വാഹനത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന് എന്ന് എഴുതിയിരിക്കുന്നതിനുൾപ്പെടെ പോലീസ് എന്നും അതുപോലെ തന്നെ വിജിലൻസ് എന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഈ അജിത് കുമാറുമായിട്ട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായി ഡെപ്യൂട്ടേഷനിലേക്ക് എത്തിയപ്പോൾ കൈമാറി കിട്ടിയ ഒരു വാഹനമാണ്. ഇതിൽ ഇത്തരത്തിൽ ബോർഡ് വെക്കാൻ പാടില്ല എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിൽ ചട്ടവിരുദ്ധമാണ്. ഈ ഒരു വാഹനത്തിൽ, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഈ ഒരു വാഹനത്തിൽ പോലീസ്, വിജിലൻസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്ന 3 ബോർഡുകൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോഴും ആ ബോർഡ് വെച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.